നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. ധർമ്മസ്ഥല പരിശോധന. കണ്ടെടുത്ത 7 തലയോട്ടികളും പുരുഷന്മാരുടേതെന്ന് സൂചന. പാലിയേക്കരയിൽ തിങ്കളാഴ്ച മുതൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുമതി. കൊല്ലത്ത് +1 വിദ്യാർത്ഥിക്ക് നേരെ സംഘം ചേർന്ന് മർദ്ദനം. 13 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നാളെ മണ്ഡലത്തിലെത്തുമെന്ന് സൂചന. വാർത്തകൾ വിശദമായി. ധർമ്മസ്ഥല പരിശോധന. കണ്ടെടുത്ത 7 തലയോട്ടികളും പുരുഷന്മാരുടേതെന്ന് സൂചന. ധർമ്മസ്ഥല തിരച്ചിലിന്റെ ഭാഗമായി ബംഗ്ലേഗുഡെ വനമേഖലയിൽ നിന്ന് ലഭിച്ച 7 തലയോട്ടികളും പുരുഷന്മാരുടേതെന്ന് പ്രാഥമിക സൂചന. ഇതിലൊന്ന് 7 വർഷങ്ങൾക്ക് മുൻപ് കുടകിൽ നിന്ന് കാണാതായ ആളുടേതാണെന്നാണ് നിഗമനം. തലയോട്ടിയും അസ്ഥികളും FSL പരിശോധനയ്ക്ക് അയക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ആയുധ നിരോധന നിയമപ്രകാരം കേസെടുത്ത ധർമ്മസ്ഥല ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് മഹേഷിന്റെ വീടിന് മുന്നിൽ റെയ്ഡിൽ പിടിച്ചെടുത്ത തോക്കുകളുടെ ലൈസൻസ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് പതിച്ചു. പാലിയേക്കരയിൽ തിങ്കളാഴ്ച മുതൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുമതി. പാലിയേക്കരയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുമതി. ഉപാധികളോടെ തിങ്കളാഴ്ച മുതൽ ടോൾ പിരിവ് പുനരാരംഭിക്കാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയത്. 1 മാസത്തിലേറെ, കൃത്യമായി പറഞ്ഞാൽ 45 ദിവസം നീണ്ട താൽക്കാലിക വിലക്കിന് ശേഷമാണ് പാലിയേക്കരയിലെ ടോൾ ബൂത്ത് സജീവമാകുന്നത്. ദേശീയപാത അതോറിറ്റി അനുമതി നൽകിയ വർദ്ധിപ്പിച്ച നിരക്കിലാവും തിങ്കളാഴ്ച മുതലുള്ള ടോൾ പിരിവ് പുനരാരംഭിക്കുന്നത്. കൊല്ലത്ത് +1 വിദ്യാർത്ഥിക്ക് നേരെ സംഘം ചേർന്ന് മർദ്ദനം. 13 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. കൊല്ലം കടക്കാവൂരിൽ +1 വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതായുള്ള പരാതിയിൽ 13 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. കടക്കാവൂർ SNV ഹയർ സെക്കൻഡറി സ്കൂളിലെ കണ്ടാലറിയാവുന്ന 10 +2 വിദ്യാർത്ഥികളടക്കം 13 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. തുറച്ചു നോക്കി എന്ന് പറഞ്ഞ് നിലത്തിട്ട് ഇടിക്കുകയും ചവിട്ടുകയും ചെയ്തെന്നാണ് മർദ്ദനമേറ്റ +1 വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളുടെ ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നാളെ മണ്ഡലത്തിലെത്തുമെന്ന് സൂചന. ലൈംഗിക പീഡന ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വിവാദങ്ങൾ പുറത്തു വന്ന ശേഷം ഇതാദ്യമായി നാളെ മണ്ഡലത്തിൽ എത്തുമെന്ന് സൂചന. നാളെ രാവിലെ രാഹുൽ MLA ഓഫീസിൽ എത്തുമെന്നാണ് പുറത്തുവരുന്ന അനൌദ്യോഗിക വാർത്തകൾ. 2 ദിവസം മണ്ഡലത്തിൽ തുടർന്ന ശേഷം മടങ്ങുമെന്നാണ് പറയപ്പെടുന്നത്. രാഹുൽ എത്തുകയാണെങ്കിൽ തടയുമെന്ന് DYFIയും BJPയും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് നേതൃത്വം പക്ഷേ ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. എന്നാൽ ഒരു വിഭാഗം പ്രവർത്തകർ MLA എത്തുകയാണെങ്കിൽ സംരക്ഷണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. ഏതാനും ബ്ലോക്ക് ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം MLAയെ അടൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ചതിന്റെ ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട്. തപാൽ വകുപ്പുമായി 1 വർഷ സഹകരണ കരാറിൽ ഒപ്പുവെച്ച് BSNL. തപാൽ വകുപ്പും BSNLും 1 വർഷത്തേക്ക് സഹകരണ കരാറിൽ ഒപ്പുവെച്ചതായി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം അറിയിച്ചു. ഇതനുസരിച്ച് BSNLിലെ സിം കാർഡുകളും മൊബൈൽ റീചാർജ് സേവനങ്ങളും തപാൽ വകുപ്പിന്റെ 1.65 ലക്ഷം ഓഫീസുകൾ വഴി ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. രാജ്യത്തുടനീളം BSNL സേവനങ്ങൾ എത്തിക്കാൻ തപാൽ വകുപ്പുമായുള്ള സഹകരണം സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഡൽഹിയിൽ പോലീസ് പരിശോധന. 3 മലയാളികളടക്കം 36 പേർ അറസ്റ്റിൽ. ദില്ലിയിൽ പോലീസ് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ളവർക്കായി നടത്തിയ തിരച്ചിലിൽ 3 മലയാളികളടക്കം 36 പേരെ അറസ്റ്റ് ചെയ്തു. നവീൻ, വിശാൽ, അഖിൽ എന്നിവരാണ് അറസ്റ്റിലായ മലയാളികൾ. 40 സംഘങ്ങളായി തിരിഞ്ഞ് 58 ഇടങ്ങളിലാണ് പോലീസ് പരിശോധന നടത്തിയത്. അധോലോക സംഘ നേതാവ് നീരജ് ഭവാനയുടെ അച്ഛനും അറസ്റ്റിലായവരിൽ ഉൾപ്പെടും. 1.25 കിലോ സ്വർണം, 50 കിലോ കഞ്ചാവ്, 4 റിവോൾവറുകൾ എന്നിവയും പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അനുചിത പരാമർശം. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ക്ഷമാപണം നടത്തി. മന്ത്രിക്കെതിരെ നടത്തിയ അനുചിത പരാമർശത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ ക്ഷമാപണം നടത്തി. ഇന്നലെ വിലക്കയറ്റത്തെക്കുറിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൽ നടന്ന ചർച്ചയ്ക്കിടെ മന്ത്രി GR അനിൽ സംസാരിക്കുമ്പോൾ ഓണച്ചന്ത ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ പ്രകീർത്തിച്ചു എന്ന് പറഞ്ഞിരുന്നു. ഉടൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് മന്ത്രി പച്ചക്കള്ളം പറയരുതെന്ന പരാമർശം നടത്തിയിരുന്നു. താൻ പറയാത്ത കാര്യം മന്ത്രി പറഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ പറഞ്ഞുപോയതാണെന്നും അങ്ങനെ പറയാൻ പാടില്ലാത്തതായിരുന്നുവെന്നും അതിന് മന്ത്രിയോടും സഭയോടും താൻ ക്ഷമ ചോദിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മാത്രമല്ല സ്പീക്കറോട് തന്റെ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ നടപടി പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഉയർന്ന രൂപമായി കാണണമെന്ന് അഭിപ്രായപ്പെട്ട സ്പീക്കർ AN ഷംസീർ പ്രതിപക്ഷ നേതാവിന്റെ നടപടിയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ
ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അത് അതമ്മേ നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോൾ ഒരു 50 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്, കൊള്ളാലേ. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. വാർത്തകൾ തുടരുന്നു. സമ്മാനം നേടിയെന്ന് വിശ്വസിപ്പിച്ച് 11 ലക്ഷം തട്ടിയെടുത്തു. മനംനൊന്ത് വീട് വിട്ടിറങ്ങിയ വീട്ടമ്മയ്ക്കായി അന്വേഷണം തുടരുന്നു. സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ടവർ പണം തട്ടിയെടുത്ത് കബളിപ്പിച്ച വീട്ടമ്മയെ ഇനിയും കണ്ടെത്താനായില്ല. പാലക്കാട് ശ്രീകൃഷ്ണപുരം കടമ്പഴിപ്പുറം സ്വദേശി പ്രേമയ്ക്ക് വേണ്ടിയാണ് അന്വേഷണം തുടരുന്നത്. കഴിഞ്ഞ 13-ന് അർദ്ധരാത്രിയോടെ തട്ടിപ്പിനിരയായതിൽ മനംനൊന്ത് വീട്ടിൽ നിന്നിറങ്ങിപ്പോയതാണ് പ്രേമ. 15 കോടി സമ്മാനം ലഭിച്ചുവെന്ന് പറഞ്ഞാണ് നവമാധ്യമം വഴി പരിചയപ്പെട്ടവർ പ്രേമയെ ബന്ധപ്പെടുന്നത്. സമ്മാനം ലഭിക്കാൻ പണം അടയ്ക്കണമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് ഇവർ പ്രേമയിൽ നിന്ന് 11 ലക്ഷം രൂപ തട്ടിയെടുത്തു. സംഗതി തട്ടിപ്പാണെന്ന് വൈകി തിരിച്ചറിഞ്ഞ പ്രേമ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെ ഇവർ മനംനൊന്ത് വീട് വിട്ടിറങ്ങുകയായിരുന്നുവെന്നാണ് വിവരം. രാത്രി ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച വയോധികന് തടവും പിഴയും. 8 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച വയോധികന് തടവും പിഴയും ശിക്ഷിച്ചു. കോഴിക്കോട് നാദാപുരം പൂതപ്പാറ സ്വദേശിയായ കുഞ്ഞിരാമന് 15 വർഷം കഠിന തടവും 30,000 രൂപ പിഴയും ശിക്ഷ ലഭിച്ചു. 2021-ലാണ് കേസിനാസ്പദമായ പീഡനം നടന്നത്. തന്റെ കടയിലെത്തിയ കുട്ടിയെ അവിടെ വെച്ച് കുഞ്ഞിരാമൻ പീഡിപ്പിക്കുകയായിരുന്നു. വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. കോഴിക്കോട് നാദാപുരത്തെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. ഇന്നലെ രാത്രി 11-ഓടെയാണ് കണ്ടോത്ത് അമ്മദ് എന്നയാളുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. വാഹനത്തിലെത്തിയവർ എറിഞ്ഞ നാടൻ ബോംബെന്ന് സംശയിക്കുന്ന വസ്തു വീടിന്റെ ചുമരിൽ തട്ടിത്തെറിച്ച് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആക്രമണം നടക്കുമ്പോൾ വീട്ടിനുള്ളിൽ ഗർഭിണിയായ യുവതിയും 3 കുട്ടികളുമടക്കമുള്ളവർ ഉണ്ടായിരുന്നെങ്കിലും ഭാഗ്യവശാൽ ആർക്കും അപായം ഉണ്ടായില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അക്രമികളെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തപാൽ മാർഗം വിദേശത്ത് നിന്നെത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവും ഉടമയെയും പിടികൂടി. തപാൽ മാർഗം വിദേശത്തു നിന്നെത്തിച്ച് കടത്താൻ ശ്രമിച്ച ഹൈബ്രിഡ് കഞ്ചാവും ഉടമയും പിടിയിലായി. എറണാകുളം വടുതല സ്വദേശി സഖറിയ ടൈറ്റസ് ആണ് പിടിയിലായത്. 2 കിലോ കഞ്ചാവ് കടത്തുന്നതിനിടെ കസ്റ്റംസ് ആണ് ഇയാളെ പിടികൂടിയത്. കാറിന്റെ സീറ്റ് കവറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പിടികൂടിയ കഞ്ചാവ് തായ്ലൻഡിൽ നിന്നാണ് എത്തിച്ചത്. ഇതിന് അന്താരാഷ്ട്ര വിപണിയിൽ സുമാർ 2 കോടിയിലേറെ വിലമതിക്കുമെന്നാണ് വിവരം. നേരത്തെ ഇതേപോലെ തപാൽ മാർഗം മൂവാറ്റുപുഴ സ്വദേശിയെ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയതിന് കൊച്ചിയിൽ പിടികൂടിയിരുന്നു. പാലക്കാട് കാണാതായ സ്കൂൾ വിദ്യാർത്ഥിക്കായി അന്വേഷണം തുടരുന്നു. പാലക്കാട് കാണാതായ സ്കൂൾ വിദ്യാർത്ഥിക്കായുള്ള അന്വേഷണം തുടരുന്നു. ചന്ദ്രനഗർ സ്വദേശിയും ലയൺസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ഹർജിത്ത് പത്മനാഭനെ ഇന്നലെ മുതലാണ് കാണാതായത്. രാവിലെ സ്കൂളിലേക്ക് പോയ ശേഷം കുട്ടിയെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. കാണാതായ സമയം ഹർജിത്ത് സ്കൂൾ യൂണിഫോമിലായിരുന്നു. കസബ പോലീസാണ് അന്വേഷണം നടത്തി വരുന്നത്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 9497 98 7148 9497 980607 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് കസബ പോലീസ് അഭ്യർത്ഥിച്ചു. കുടുംബവഴക്ക് തീക്കളിയായി. വീടിനും വാഹനങ്ങൾക്കും തീയിട്ടു. കുടുംബവഴക്ക് തീക്കളിയായി. തിരുവനന്തപുരം പുഞ്ചക്കരി പേരകത്ത് ഭാര്യ താമസിക്കുന്ന വീടിനും വാഹനങ്ങൾക്കും തീയിട്ട തിരുവല്ലം സ്വദേശി ശങ്കറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2 കാറുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. 10 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രിയിലാണ് തീവെപ്പും പ്രശ്നങ്ങളും ഉണ്ടായത്. തീപ്പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന അധ്യാപിക മരിച്ചു. വിളക്ക് കൊളുത്തുന്നതിനിടെ തീപ്പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന അധ്യാപിക മരിച്ചു. പന്തളം തോന്നല്ലൂർ സ്വദേശി തയ്യിൽ അയ്യപ്പന്റെ ഭാര്യയും തമിഴ്നാട് മധുര സ്വദേശിയുമായ 48-കാരി ഭാഗ്യലക്ഷ്മിയാണ് മരിച്ചത്. പുരമ്പാല അമൃത വിദ്യാപീഠത്തിലെ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപികയായിരുന്നു. കഴിഞ്ഞ 12-ന് രാവിലെ തോന്നല്ലൂരിലെ വീട്ടിൽ വെച്ചാണ് വിളക്ക് കൊളുത്തുന്നതിനിടെ സാരിയിൽ തീപിടിച്ച് അധ്യാപികയ്ക്ക് പൊള്ളലേറ്റിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ധർമ്മസ്ഥല പരിശോധന. കണ്ടെടുത്ത 7 തലയോട്ടികളും പുരുഷന്മാരുടേതെന്ന് സൂചന. പാലിയേക്കരയിൽ തിങ്കളാഴ്ച മുതൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുമതി. കൊല്ലത്ത് +1 വിദ്യാർത്ഥിക്ക് നേരെ സംഘം ചേർന്ന് മർദ്ദനം. 13 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നാളെ മണ്ഡലത്തിലെത്തുമെന്ന് സൂചന. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.